ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസ് അപ്ലൈഡ് ടു നാച്ചുറൽ ഓർ ഫ്രീ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷന് ഡയമെൻഷണൽ അനാലിസിസ് അപ്ലൈ ചെയ്തു. അപ്പോൾ അവസാനം നമുക്ക് നസൽസ് നമ്പർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു പ്രാൻഡൽ നമ്പർ റേസ് ടു പിന്നെ എ പവർ, അതായത് എമ്മോ എന്നോ എം, അതുപോലെ തന്നെ നമുക്ക് ആർ ഇ റേസ് ടു എൻ, ഇങ്ങനെ ഒരെണ്ണം നമുക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളത് ഡിറൈവ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നാച്ചുറൽ കൺവെക്ഷൻ. അപ്പോൾ ഈ രണ്ടെണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ ഇനി പഠിച്ചാൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് കമ്പാരറ്റീവ്ലി ഈസിയാണ് നമുക്ക് ഫോഴ്സ്ഡ് കൺവെക്ഷൻ വെച്ച് നോക്കുമ്പം. കാരണം ഇതിനകത്ത് നമുക്ക് വേറെ ആൾട്ടറേഷൻസ് ഒന്നും വരുത്താനില്ല. നമുക്ക് ഡയറക്റ്റ് പൈ 1 പൈ 2 പൈ 3 കിട്ടുന്നത് തന്നെ ഓരോ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, ഇവിടെയും നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് നമ്മൾ ഹെച്ചിന് തന്നെയാണ് എഴുതുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ഫോഴ്സ്ഡ് കൺവെക്ഷനും ഹെച്ച് ആസ് എ ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. ഇവിടെയും നമ്മൾ എഴുതുന്ന അങ്ങനെ തന്നെ ഹെച്ച് ആസ് എ ഫംഗ്ഷൻ ഓഫ്. കാരണം കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ. അതിനകത്ത് നാച്ചുറലും ഉണ്ട് ഫോഴ്സ്ഡും ഉണ്ട്. ഇത് രണ്ടാണെങ്കിലും അത് ആരെ ഡിപ്പെൻഡബിളായിട്ട് തന്നെ നമുക്ക് എഴുതണം? ഹെച്ചിനാണ്. കാരണം ഹെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഞാൻ എഴുതുന്ന ടേംസ് നിങ്ങളൊന്ന് നോക്കുക. റോ, കോമ എൽ, കോമ മ്യൂ, കോമ സി പി, കോമ കെ, കോമ ജി ബീറ്റ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ ജി ബീറ്റ ഡെൽറ്റ ടി ഒറ്റ ടേമാണ്. ഓക്കെ, അപ്പോൾ ഈ എഴുതിയ പാരാമീറ്ററുകളൊക്കെ നമുക്ക് എവിടെ കാണാമെന്ന് ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഡേറ്റ ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഡേറ്റ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ പാരാമീറ്ററുകൾ എടുക്കാനുള്ള സൗകര്യത്തിന്, അതായത് നിങ്ങൾക്ക് ഇത് വിട്ടുപോകാണ്ടിരിക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഇതുപോലെ കാണാൻ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫ്രീ കൺവെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നസൽസ് നമ്പർ എന്ന് പറയുന്നത് അത് ഇവിടെ തന്നിട്ടുണ്ട്. നസൽസ് നമ്പർ NU എന്ന് പറയുന്നത് ഇപ്പം ഗ്രിഷോഫ് നമ്പർ ഇൻറ്റു പ്രാൻഡൽ നമ്പർ എന്നൊക്കെ പറഞ്ഞു നോക്കി. നസൽസ് നമ്പറിൻ്റെ ഇക്വേഷനിൽ പ്രാൻഡൽ നമ്പറുണ്ട്, ഗ്രിഷോഫ് നമ്പറുണ്ട് അല്ലേ, രണ്ടും ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് നസൽസ് നമ്പറിൻ്റെ ഇക്വേഷനിൽ ഗ്രിഷോഫ് നമ്പറും പ്രാൻഡൽ നമ്പറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നസൽസ് നമ്പർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഗ്രിഷോഫ് നമ്പർ ആൻഡ് പ്രാൻഡൽ നമ്പർ ആണ്. ആണോ അല്ലേ? ശരി, ആണ്. നസൽസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? HL/K ആണ്. ഗ്രിഷോഫ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ജി ബീറ്റ ഡെൽറ്റ ടി. ഇതൊരു ടേമാണ്. ജി ബീറ്റ ഡെൽറ്റ ടി L³ എന്നാണ് അല്ലേ. ഇൻറ്റു പ്രാൻഡൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മ്യൂ CP/K ആണ് പ്രാൻഡൽ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വീണ്ടും മാറ്റി എഴുതാം. HL/K ഈസ് ഈക്വൽ ടു ജി ബീറ്റ ഡെൽറ്റ ടി L³ ഈ ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ μ/ρ ആണ്. അതായത് കൈനാമാറ്റിക് വിസ്കോസിറ്റി ന്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം ഈ μ² എന്ന് പറയുന്നത് μ²/ρ² ആയിരിക്കുമല്ല. അപ്പം μ²/ρ² അല്ല, ρ² ഞാൻ ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് ഇൻറ്റു മ്യൂ CP/K. അപ്പോൾ നമുക്കത് ഈ മ്യൂ ഒക്കെ കട്ടായി പോകും. ഒരു മ്യൂ മാത്രം ഇവിടെ അവശേഷിക്കും. ഓക്കെ, ഈ ടേമുകളൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. നോക്കി നോക്കി ഏതൊക്കെ ടേം വന്നിട്ടുണ്ട് അതിനകത്ത്. ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇത് ഹെച്ച് ആണ്. ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഏതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? എൽ എഴുതാം, കെ എഴുതാം, ജി ബീറ്റ ഡെൽറ്റ ടി അതൊരു ഒറ്റ ടേമാണ്. ജി ബീറ്റ ഡെൽറ്റ ടി എഴുതാം. ഓക്കെ, എല്ലൂടെ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ എല്ലിനെ റിപ്പീറ്റ് ചെയ്യണ്ട. റോ എഴുതാം, മ്യൂ എഴുതാം, CP എഴുതാം, കെയിൻ്റെ എഴുതണ്ട. കെ ഓൾറെഡി നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇത്രയും ടേമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ ടേംസ് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ നസൽസ് നമ്പർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പിന്നെ റെയ്നോൾഡ്സ് നമ്പർ ഇൻറ്റു പ്രാൻഡൽ നമ്പർ എന്ന് എഴുതി. എന്നിട്ട് ഇതിനകത്തുള്ള ടേം എല്ലാം എഴുതിയിട്ട് ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈ അകത്തുള്ള ടേംസ് എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഹെച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? റോ എൽ മ്യൂ CP/K ജി ബീറ്റ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെയും കൂടെ അതിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഒരു ടേം വരികയോ പുറത്തേക്ക് ഒന്ന് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ മാറൂലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറും? ഞാനിതിനെ F' എന്നാക്കി. F' ഓഫ് H, റോ എൽ മ്യൂ CP/K ജി ബീറ്റ ഡെൽറ്റ ടി ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇങ്ങനെ കിട്ടി. ഈ നമ്പർ ഓഫ് ടേംസ് നോക്കാം. 1 2 3 4 5 6 7. ഇതൊറ്റ ടേമാണ് 7. അപ്പോൾ 1 2 3 4 5 6 7. അപ്പം നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 7 ആണ്.
ആണല്ലോ. ശരി. അപ്പോൾ അടുത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡയമെൻഷൻസ് നോക്കാം. ഹെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിനാണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിനാണ്. വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൾസ് പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ ജൂൾസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇതിന് ജൂൾസ് പെർ സെക്കൻഡ് ആയി. ഇതിന് താഴെ കിടക്കുന്ന മീറ്റർ സ്ക്വയർ കെൽവിൻ ഞാൻ അവിടെ എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിൻ്റെ യൂണിറ്റ് ഇല്ലേ? വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ലേ? ഫോഴ്സ്. അപ്പം ജൂൾ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ, ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇൻറ്റു മീറ്റർ സ്ക്വയർ കെൽവിൻ. അപ്പോൾ ഒരു മീറ്ററും ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അടുത്തിന് ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഫോഴ്സിന് എന്ന് പറയുന്നത് ന്യൂട്ടന് തുല്യമായിട്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ്റെ യൂണിറ്റ് എഴുതിയത്. മാസ് എന്ന് വെച്ചാൽ കിലോഗ്രാം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഇനി ഇവിടെ താഴെ കിടക്കുന്ന സാധനങ്ങൾ കൂടെ എടുത്തത് ഇൻറ്റു മീറ്റർ ഇൻറ്റു ഈ കെൽവിനും കൂടെ അവിടെ ഞാൻ എഴുതി. ഇപ്പോൾ എനിക്ക് ഈ മീറ്ററും കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് കിലോഗ്രാം പെർ സെക്കൻഡ് ക്യൂബ് കെൽവിൻ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ എന്ന് പറയുന്നത് കിലോഗ്രാമിൻ്റെ മാസ്, ലെങ്ത് ഒന്നുമില്ല, മീറ്റേഴ്സിലൊന്നുമില്ല. സെക്കൻഡ് എന്ന് പറയുമ്പോൾ T⁻⁻3, കെൽവിൻ എന്ന് പറയുമ്പോൾ θ⁻−1. അപ്പോൾ ഇതാണ് എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് കിടക്കുന്ന റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണല്ലേ? മാസ് ബൈ വോളിയം അല്ലേ ഡെൻസിറ്റി എന്ന് പറയുന്നത്? കിലോഗ്രാം മീറ്റർ ക്യൂബ് ആകുമ്പോൾ മാസ് എം, മീറ്റർ ക്യൂബ് ആകുമ്പോൾ ലെങ്ത് ⁻⁻3. അടുത്ത് കിടക്കുന്ന മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ എന്ന് വെച്ചാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു, അപ്പം ന്യൂട്ടൻ്റെ മാത്രമേ ഞാനിവിടെ എഴുതിയുള്ളൂ. ഇനി സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ ഇവിടെ മിച്ച കിടപ്പുണ്ട്. ഈ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ഒരു സെക്കൻഡും പോവും, ഒരു മീറ്ററും പോവും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മാസ് L⁻⁻1 T⁻⁻1 അല്ലേ? ശരി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സി പി എന്ന് പറയുമ്പം ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം കെൽവിൻ. ന്യൂട്ടൺ മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ ഇൻറ്റു 1/3 കിലോഗ്രാം കെൽവിൻ. ഈ കിലോഗ്രാമും കട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്നാവും? മാസ് ഇല്ല. മീറ്റർ സ്ക്വയർ ആകുമ്പം L², സെക്കൻഡ് സ്ക്വയർ ആകുമ്പം T⁻², കെൽവിൻ മേളിൽ പോകുമ്പോൾ θ⁻−1, L² T⁻², അടുത്തിന് കെ എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ. വാട്ട് ആകുമ്പോഴത്തേക്കും ജൂൾസ് പെർ സെക്കൻഡ് ആണ്. കൂടെ ഈ മീറ്റർ കെൽവിനും കൂടെ എഴുതാം. ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വർക്കിൻ്റെ യൂണിറ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ബൈ എസ് ഇൻറ്റു എം ഇൻറ്റു കെ. മീറ്ററും കട്ട്. ഓക്കെ, അവിടെ നിന്ന് ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഇൻറ്റു പിന്നെ ആക്സിലറേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എന്നല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 1/3 സെക്കൻഡ് ഇൻറ്റു കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ എം, L, T⁻⁻3 θ⁻−1 കെയുടെ യൂണിറ്റ്. ശരി. അടുത്തിന് ജി ബീറ്റ ഡെൽറ്റ ടിയുടെ യൂണിറ്റ്. ജി ബീറ്റ ഡെൽറ്റ ടി അതൊറ്റ ടേമാണ് കേട്ടോ. അത് ബോയൻസി ഫോഴ്സിൻ്റെ ടേമാണ്. ശരി. ജി എന്ന് പറയുമ്പോഴത്തേക്കും ജി എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് അല്ലേ? ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? നമ്മൾ ജിയുടെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇൻറ്റു ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/TF എന്നല്ലേ? റെസിപ്രോക്കൽ ഓഫ് ഫിലിം ടെമ്പറേച്ചർ അല്ലേ ബീറ്റ? അപ്പം ബീറ്റയുടെ യൂണിറ്റ് എന്തോന്നാണ്? 1/Kelvin അല്ലേ ബീറ്റയുടെ യൂണിറ്റ്? കാരണം 1/temperature ആണ്. അപ്പോൾ 1/Kelvin ബീറ്റയുടെ യൂണിറ്റ്. ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതിൻ്റെ യൂണിറ്റ് കെൽവിനാണ്. അപ്പോൾ കെൽവിനും വിട്ട്. അപ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും? മാസിൻ്റെ ഇത് മീറ്ററിൻ്റെത് ലെങ്താണ്. ഇത് മേളിൽ പോകുമ്പോൾ T⁻², L⁻² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് എല്ലാ ഡയമെൻഷൻസും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇവിടെ ഞാൻ വിട്ടുപോയതാണ് ലെങ്തിൻ്റെത് എന്ത് തന്നെ ആയിരിക്കും? ലെങ്തിൻ്റെത് L തന്നെ ആയിരിക്കും. ലെങ്തിൻ്റെത്
അല്ലേ? മാസ് ലെങ്ത് എൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കിടക്കുന്ന എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെറിവേഷൻ, ദാറ്റ് ഈസ് ഡയമെൻഷൻ അനാലിസിസ് അപ്ലൈഡ് ടു ഫോഴ്സ്ഡ് കൺവെക്ഷൻ. പക്ഷേ ഇതൊന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പം എനിക്കിവിടെ എല്ലാം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ വന്നിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് 4 അല്ലേ? കാരണം മാസ് ഏതിലെങ്കിലും ഒന്നിലെങ്കിലും വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. ഏതിലെങ്കിലും ഒന്നിലായാലും മാസ് വന്നിട്ടുണ്ട്, ലെങ്ത് വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ തീറ്റയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് നമ്മൾ സൂചിപ്പിക്കുന്ന എം വെച്ചിട്ടാണ്. എം എന്ന് പറയുന്നത് 4 അല്ലേ? ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് 4 വന്നിട്ടുണ്ട്. ലെങ്ത് വന്നിട്ടുണ്ട്, അതായത് എം മാസ് വന്നിട്ടുണ്ട്, ലെങ്ത് എൽ വന്നിട്ടുണ്ട്, ടൈം ടി വന്നിട്ടുണ്ട്, തീറ്റ ഹീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ n 7 ആണ്, m 4 ആണ്. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ബക്കിംഗ്ഹാംസ് പൈ തിയറം നമ്പർ ഓഫ് പൈ ടേംസ് എന്ന് പറയുന്നത് n-m ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം നമ്പർ ഓഫ് പൈ ടേംസ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടക്കുന്ന f1 ഓഫ് എന്ന് പറയുന്ന ഇത്രയും പാരാമീറ്റേഴ്സിന് പകരം നമുക്ക് എന്തോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3 പൈ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇത്രയും പേർക്ക് പകരം നിൽക്കാൻ 3 പൈ ടേംസ് മതി എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യും. എഫ് ഡാഷ് ഓഫ് π1, π2, π3 ഈസ് ഈക്വൽ ടു 0. അതായത് ഇൻ ഓർഡർ ടു റീപ്ലേസ് ഓൾ ദീസ് 7 പാരാമീറ്റേഴ്സ് വി റിക്വയർസ് ഓൺലി 3 പൈ ടേംസ്. 3 പൈ ടേമുകൾ മാത്രം മതി. ഓക്കെ, ഇനി ആ പൈ ടേംസ് എനിക്ക് ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ പൈ ടേംസ്. നമ്മൾ അടുത്തതായിട്ട് പൈ ടേംസിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, π1 ഈസ് ഈക്വൽ ടു എന്തൊക്കെ ഇതിനകത്ത് വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഇവിടെ റിപ്പീറ്റിംഗ് വേരിയബിൾസും വേണം, നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾസും വേണം. ഓക്കെ, അതായത് ഒരു പൈ ടേം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് റിപ്പീറ്റിംഗ് വേരിയബിൾസും വേണം, അതുപോലെ തന്നെ എന്തോന്നും വേണം? നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾസും വേണം. നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അത് ഒരെണ്ണം മതിയാവും. നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് 1 മതിയാവും. എന്നാൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ് എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഫണ്ടമെൻ്റൽ പാരാമീറ്ററുകൾ ഇവിടെ ഉണ്ടോ അത്രയും നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഇവിടെ വേണം. ഓക്കെ, അതായത് എത്ര ഫണ്ടമെൻ്റൽ പാരാമീറ്റർ ഉണ്ടോ, ഇവിടെ എത്ര ഫണ്ടമെൻ്റൽ പാരാമീറ്ററുകൾ വന്നിട്ടുണ്ട്? ഇവിടെ മാസ് വന്നിട്ടുണ്ട്, ലെങ്ത് വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്, ഹീറ്റ് തീറ്റ വന്നിട്ടുണ്ട്. അപ്പം 4 റിപ്പീറ്റിംഗ് വേരിയബിൾസ് വേണമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആർ ഡിസൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് കം അണ്ടർ ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്ന നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ പാരാമീറ്ററുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കണം നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പൈ ടേം എഴുതാൻ പോവുകയാണ്. ഇതിനകത്ത് 4 റിപ്പീറ്റിംഗ് വേരിയബിൾ വേണമെന്നാണ് അല്ലേ? അപ്പോൾ ആ പൈ ടേമിനകത്ത് വരേണ്ട റിപ്പീറ്റിംഗ് 4 എണ്ണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക്കൽ പാരാമീറ്റർ ആയിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമതായിട്ട് വരേണ്ടതെന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പാരാമീറ്റർ ആയിരിക്കണം. ഒരു ഫ്ലോ പാരാമീറ്റർ ആയിരിക്കണം. ഇപ്പോൾ രണ്ടാമത്തത് ഒരു ഫ്ലോ പാരാമീറ്റർ ആണ്. അടുത്ത് മൂന്നാമതായിട്ട് വരേണ്ടത് ഒരു ഫ്ലൂയിഡ് പാരാമീറ്റർ ആണ്. ഓക്കെ, അടുത്ത് നാലാമതായിട്ട് വരേണ്ടത് ഒരു ഹീറ്റ് പാരാമീറ്റർ ആണ്. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പാരാമീറ്റർ ആണ് നാലാമതായിട്ട് വരേണ്ടത്. ഇത്രയാണ് നമുക്കിവിടെ വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ പൈ ടേമിൽ എന്തൊക്കെ വരാം, ഇപ്പോൾ പൈ ടേമിൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ജോമെട്രിക്കൽ പാരാമീറ്റർ അല്ലേ? ഇവിടെ കിടക്കുന്നതിൽ ഒരു ജോമെട്രിക്കൽ പാരാമീറ്റർ ഏതുണ്ട്? ലെങ്ത് ഉണ്ട്. സോ ലെങ്ത് ആണ് ഇവിടുത്തെ ജോമെട്രിക്കൽ പാരാമീറ്റർ L. ഓക്കെ, അടുത്ത് 2 വേണ്ടത് ഒരു ഫ്ലോ പാരാമീറ്റർ ആണ്. ഇവിടെ സാധാരണ നമ്മൾ ഫ്ലോ പാരാമീറ്റർ എടുക്കുന്നത് വെലോസിറ്റിയോ ആക്സിലറേഷനോ ഒക്കെയാണ് അല്ലേ? പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെലോസിറ്റി ഇല്ല, ആക്സിലറേഷനും ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ നാച്ചുറൽ കൺവെക്ഷൻ ഫിനോമിന നടക്കുന്നത്? നാച്ചുറൽ കൺവെക്ഷൻ ഫിനോമിന നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. ഇത് വളരെ ഹോട്ട് സർഫസ് ആണ്. ഇതൊരു സ്റ്റിൽ എയർ ഉള്ള റൂം. ഇവിടുത്തെ എയർ എന്ന് സ്റ്റിൽ എയർ ആണ്, ഒഴുകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഹോട്ട് പ്ലേറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഇവിടെയുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ ഈ കാണുന്ന പ്ലേറ്റിൽ നിന്ന് ഹീറ്റ് ഈ കാണുന്ന ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിന് അഡ്ജസൻ്റായിട്ട് വന്ന് കിടക്കുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യും?
ഫ്ലൂയിഡിനായിരിക്കും ആര് ഹീറ്റ് കൊടുക്കുന്നത്, ഈ കാണുന്ന പ്ലേറ്റ് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ് അഡ്ജസൻറ്റ് ടു ദി സർഫസ്. ഈ സർഫസിന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയും അല്ലേ. ഡെൻസിറ്റി കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരു ബോയൻസി ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഇത് മേളിലേക്ക് പോവുകയും ചെയ്യും. താഴെ നിന്ന് ഫ്രഷ് എയർ വരും, വീണ്ടും ടെമ്പറേച്ചർ കൂടും, ഡെൻസിറ്റി കുറയുമ്പോൾ. അപ്പോൾ സോ വാട്ട് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഹിയർ ഈസ് ദ ഡെൻസിറ്റി ഡിഫറൻസ്. ഡെൻസിറ്റി ഡിഫറൻസ് ആണ് ഇവിടുത്തെ എന്തോന്നെന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ്. അതായത് ഇൻ നാച്ചുറൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഡെൻസിറ്റി ഡിഫറൻസ്. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇതിനെ മേളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ഫ്ലോയെ സഹായിക്കുന്നത്. സോ ഒരു നാച്ചുറൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോബ്ലത്തിൽ നമുക്ക് ഫ്ലോ പാരാമീറ്ററായിട്ട് ആരെ എടുക്കാം, നമുക്ക് ഡെൻസിറ്റി എടുക്കാം. അതായത് ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ നമ്മൾ ഫ്ലോ പാരാമീറ്ററായിട്ട് വെലോസിറ്റിയെയോ ആക്സിലറേഷനെയോ പരിഗണിച്ചെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൽ ഫ്ലോ പാരാമീറ്ററായിട്ട് ആരെ നമുക്ക് ഉപയോഗിക്കാം, ഡെൻസിറ്റി റോ ഉപയോഗിക്കാം. കാരണം ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ് ഇവിടെ ഒരു ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലോ പാരാമീറ്ററിന് പകരമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏതെടുക്കാം, നമുക്ക് റോ എടുക്കാം. അടുത്തൊരു ഫ്ലൂയിഡ് പാരാമീറ്റർ വേണം. ഫ്ലൂയിഡ് പാരാമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പണ്ട് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഫ്ലൂയിഡ് പാരാമീറ്ററായിട്ട് ഡെൻസിറ്റിയാണ് എടുത്തത് അല്ലേ. ഇവിടെ പക്ഷേ ഇത് ഫ്ലോ പാരാമീറ്ററായി മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാൻസ് ആർക്ക് കൊടുക്കാം, മ്യൂവിന് കൊടുക്കാം. അതായത് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാരാമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഫ്ലൂയിഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. ഓക്കെ അല്ലേ. അടുത്തൊരു ഹീറ്റ് പാരാമീറ്റർ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ നമ്മൾ ഹീറ്റ് പാരാമീറ്ററായിട്ട് നമ്മൾ ഉപയോഗിച്ചത് എച്ച് ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ ഒരു മാറ്റത്തിന് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കെ ആണ് എടുക്കുന്നത്. ഇത് വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടെന്നല്ല. വി ആർ ഡിസൈഡഡ് ടു ഗെറ്റ് എ പർട്ടിക്കുലർ ആൻസർ. ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് ആൻസർ വി ആർ റീപ്ലേസിങ് ദ പാരാമീറ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എച്ച് ആണ് നമ്മൾ ഹീറ്റ് പാരാമീറ്ററായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ എടുക്കുന്നത് കെ ആണ്. അപ്പോൾ കെ ഈസ് ദ ഹീറ്റ് പാരാമീറ്റർ. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയിൽ വയ്ക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരം ഇവിടെ കിട്ടാണ്ട് വരും. ശരി, ഇനി ഇത് റൈസ് ടു A1, ഇതിനെ π1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ റൈസ് ടു A1 B1 C1 D1 4 അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾ എനിക്ക് എടുത്തുകൂടെ. ആ ഒരു നോൺ റിപ്പീറ്റിംഗ്, ഇതെടുക്കാത്തത് എല്ലാം നോൺ റിപ്പീറ്റിംഗ് വേരിയബിളാണ്. അപ്പോൾ എച്ച് എനിക്കൊരു നോൺ റിപ്പീറ്റിംഗ് വേരിയബിളാണ് എച്ച്. അടുത്ത് π2 എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്യണം. L റൈസ് ടു A2 റോ റൈസ് ടു B2 മ്യൂ റൈസ് ടു C2 കെ റൈസ് ടു D2. അടുത്തൊരു നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾ ഏതെഴുതാം, നമുക്ക് CP ഉണ്ടല്ലേ, CP എഴുതാം, CP. അടുത്ത π3യിൽ വീണ്ടും ഇവർ റിപ്പീറ്റ് ചെയ്യണം. L റൈസ് ടു A3 റോ റൈസ് ടു B3 മ്യൂ റൈസ് ടു C3 കെ റൈസ് ടു D3. ഇവിടെ നമുക്ക് നോൺ റിപ്പീറ്റിംഗ് വേരിയബിൾ ഏതുണ്ട്, G ബീറ്റ ഡെൽറ്റ ടി ഉണ്ട്, G ബീറ്റ ഡെൽറ്റ ടി. ഇപ്പോൾ നമുക്ക് എല്ലാ ടേംസും നമുക്ക് ഈ 3 പൈ ടേമുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ അൺനോൺസ് കണ്ടുപിടിക്കുക, വാല്യൂസ് ഇട്ടുക. സോ ഫൈനലി വി വിൽ ഗെറ്റ് ദ വാല്യൂസ് ഓഫ് π1 π2 π3. അതിനുശേഷം നമുക്ക് ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത π1 എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.